നമസ്കാരം. ഈ തട്ടമിടാത്ത സ്ത്രീകളുണ്ടല്ലോ, അവർ വെറും അഴിഞ്ഞാട്ടക്കാരികളാണ്. അയ്യോ, ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. സമസ്ത നേതാവ് സമസ്ത മുഷാവറ അംഗം ഉമർ ഫൈസി മുക്കം ആണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പോലീസ് അതിനെതിരെ കേസെടുക്കാനോ ആരെങ്കിലും അതിനെതിരെ പരാതി കൊടുക്കാനോ തയ്യാറായിട്ടില്ല. കാരണം അത് പറയുന്നത് ഉമർ ഫൈസി അല്ലെങ്കിൽ സമസ്തയുടെ നേതാവാണ്, ഒരു മുസ്ലിം നേതാവാണ്, മതപണ്ഡിതനാണ് എന്നതാണ് പ്രധാന കാരണം. എന്തായാലും ഇപ്പോൾ അത് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സാമൂഹ്യ പ്രവർത്തകയായ VP സുഹറ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുകയാണ്. ഇനി ഈ കേസെടുത്തതെങ്ങനെ എന്നത് മറ്റൊരു കാര്യം. കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് ഈ VP സുഹറ ഈ ഉമർ ഫൈസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. നടക്കാവ് പോലീസിൽ, കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത്. അങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തെങ്കിലും പോലീസ് അതിൽ നടപടിയെടുത്തില്ല. കാരണം അത് സർക്കാരിന് ദോഷം ചെയ്യുമോ, സർക്കാരിൻ്റെ വോട്ട് പോകുമോ എന്നതായിരുന്നു പോലീസിൻ്റെ ഭയം. അവർ VP സുഹറ പറയുന്നു, ഞങ്ങൾക്ക് എതിരെ ഇതിന് ഒരു പ്രാവശ്യമല്ല, ഇതിനകത്ത് ഒന്നിലധികം തവണ ഇത്തരത്തിലുള്ള മോശപ്പെട്ട പരാമർശം നടത്തിയിട്ടുണ്ട്. തട്ടമിടുന്നവർ ഇടാത്തവരെല്ലാം വെറും അഴിഞ്ഞാട്ടക്കാരികളും വൃത്തികെട്ടവരുമാണ്, സമൂഹത്തിൽ അഴിഞ്ഞാടി നടക്കുന്നവരാണ് എന്ന തരത്തിൽ പലതവണ ഈ മുഷാവറ നേതാവും അതുപോലെ മറ്റ് പല നേതാക്കളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഞങ്ങൾ സഹിക്കുകയായിരുന്നു. പക്ഷേ ഇത് നിവർത്തിയില്ല. കാരണം ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് പലതവണ നമ്മൾ പറഞ്ഞിട്ടും ഇത് നിർത്താതെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാണ് ഈ മുഷാവറ അംഗം ഈ വലിയ മുസ്ലിം പണ്ഡിതനെതിരെ, ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞ് VP സുഹറ പരാതി നൽകിയത്. ഒക്ടോബർ മാസം ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയെങ്കിലും പരാതി വെച്ചുകൊണ്ടിരുന്നു. അവസാനം ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒത്തീർപ്പാക്കി ഈ പരാതി പിൻവലിച്ചു പോകട്ടെ എന്നതായിരുന്നു പോലീസിൻ്റെയും ഒരു മെല്ലെപ്പോക്ക് നയത്തിൻ്റെ പിന്നിലുള്ള തന്ത്രം. കാരണം ഗവൺമെൻറ്റിന് ഇത് ദോഷം ചെയ്യും. കാരണം ഗവൺമെൻറ്റിന് വോട്ട് കുറയും. കേസെടുത്തു കഴിഞ്ഞാൽ പോലീസാണ് കേസെടുക്കുന്നത്, സർക്കാരാണ് കേസെടുക്കുന്നത്. അതുകൊണ്ട് വോട്ട് ബാങ്ക് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അത് ചെയ്തില്ല. എന്നാൽ ഈ സുഹറ ഇതുമായിട്ട് വളരെ ശക്തമായി മുന്നോട്ട് പോയപ്പോൾ പോലീസിന് കേസെടുക്കാൻ കഴിയാതെ വരികയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയും ചെയ്തു. IPC 295A 298 വകുപ്പുകൾ അനുസരിച്ച് വളരെ ഗുരുതരമായ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഉമർ ഫൈസിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഈ CPM നേതാവ് അനിൽകുമാർ തിരുവനന്തപുരത്ത് ഒരു യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് ഈ സ്ത്രീകൾ, മലപ്പുറത്തെ പെൺകുട്ടികൾ തട്ടം ഇടാതെ നടക്കുന്നെങ്കിൽ അത് CPM-ന്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടാണ് എന്ന് പറയുകയുണ്ടായി. അത് വലിയ വിവാദമായി. പിന്നീട് CPM തിരുത്തി പറയേണ്ടി വന്നു. അയ്യോ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല, അങ്ങനെ ഞങ്ങൾ നിങ്ങളെ വിഷമിക്കുന്ന നേരത്തിൽ പറയുമോ എന്നൊക്കെ പറഞ്ഞ് CPM അതിൽ നിന്ന് പുറകോട്ട് പോവുകയും അനിൽകുമാറിന് താക്കീത് കൊടുക്കുകയും അനിൽകുമാർ അയ്യോ ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് മാറുകയൊക്കെ ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഉമർ ഫൈസി പറഞ്ഞത്, തട്ടം ഇടാത്തത് വിപ്ലവമാണെന്ന് CPM പറയുന്നു എങ്കിൽ ഞങ്ങൾ പറയുന്നു ഇതാ തട്ടമിടാത്ത പെണ്ണുങ്ങൾ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് ഉമർ ഫൈസി പറഞ്ഞത്. എന്തായാലും VP സുഹറ പരാതി പോയി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഉമർ ഫൈസി പറഞ്ഞിരിക്കുന്നത്, അയ്യോ പോലീസ് എന്നെ വിളിച്ചിട്ട് കേസൊന്നുമില്ല സാർ, കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറഞ്ഞതില്ലേ, ഇപ്പോൾ എന്തിനാണ് കേസെടുത്തത്, ഇത് വളരെ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് ഉമർ ഫൈസി പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും കേരളത്തിൽ ഈ VP സുഹറ മറ്റൊരു കാര്യവും കൂടെ ചെയ്തു. അതായത് അവിടെ ഒരു സ്കൂളിൽ നടന്ന ഒരു പരിപാടിയിൽ ഇവർ തട്ടം ഓപ്പണായിട്ട് തന്നെ വലിച്ചു പുറത്തേക്കിട്ടിട്ട് ഞാനിതാ തട്ടം വലിച്ചു പുറത്ത് കളഞ്ഞിരിക്കുന്നു, ഞാൻ അഴിഞ്ഞാട്ടക്കാരിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയുണ്ടായി. ഒരു സംഭവമുണ്ട്. കേരളത്തിൽ വലിയ വാർത്തയായതാണ്. കേരളത്തിൽ പലരുടെയും മുഖത്തേക്ക് തുപ്പിയതിന് തുല്യമായിരുന്നു VP സുഹറയുടെ ആ ഒരു പ്രവൃത്തി. അത് വലിയ വിഷയമാവുകയും കേരളത്തിൽ വലിയ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ട്. അത് കുടുംബശ്രീയുടെ സ്കൂളിലേക്ക് തിരിച്ചുപോക്ക് എന്നൊരു പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അവിടെ പങ്കെടുത്തപ്പോഴാണ് VP സുഹറ ഇത് പറഞ്ഞത്. എന്തായാലും മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ഒരാൾ ധൈര്യമായിട്ട് ഇതിനെ രംഗത്ത് വന്നത് വലിയൊരു കാര്യമായിട്ട് തന്നെ കേരള സമൂഹം കാണുന്നു. ഈ ഉമർ ഫൈസിക്കെതിരെ കേസ് ഇനി പോലീസ്
എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അതിനെ എത്ര കാലം വച്ച് താമസിപ്പിക്കും, അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയെല്ലാം കുറ്റപത്രം സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകും എന്നതാണ് ഇനി നമ്മൾ സംശയിക്കുന്നത്. VP സുഗതയെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ ഇതിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കുക തന്നെ വേണം. അല്ലാതെ ഇത്തരത്തിൽ സ്ത്രീ പരാമർശങ്ങൾക്കെതിരെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചാടി ഇറങ്ങുകയും ഈ സമസ്തക്കാരോ മറ്റാരെങ്കിലുമോ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മിണ്ടാതെ കേട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് ആണ് ഇവിടുത്തെ സ്ത്രീ സംഘടനകൾക്കും, അതായത് ഇടതുപക്ഷ സ്ത്രീ സംഘടനയ്ക്കുമുള്ളത് എന്നതും കൂടി ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്.